ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സജ്ജാസകൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇന്നൊരു ചരിത്ര മുഹൂർത്തം നടക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ആ വീഡിയോയിൽ വന്നിട്ടുള്ളതാണ് വൺ ഇന്ത്യ വൺ പെൻഷനെ കുറിച്ച്, OIOP. അതിൻ്റെ രാജ്ഭവൻ മാർച്ച് നടക്കുകയാണ്. മ്യൂസിയത്തിൽ നിന്നും ആരംഭിച്ച് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ഗവർണർക്ക് നിവേദനം കൊടുക്കുകയാണ്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ അതിൽ പങ്കെടുക്കുകയാണ്. എന്തായാലും നമുക്കതിലേക്ക് കിടക്കാം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊടിയ അനീതിക്കെതിരായിട്ടുള്ള കടുത്ത സമരത്തിൻ്റെ തുടക്കം നമ്മൾ കുറിക്കുകയാണ്. ഇതൊരു ശുഭദിനമാണ്. നിങ്ങൾക്കറിയാം, കാലാവസ്ഥ പോലും പ്രകൃതി പോലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. സുഹൃത്തുക്കളെ, ഇത് 10,000 രൂപയുടെ ഒരു പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കൊടിയ അനീതിയുടെ. അതെന്താണ്? 2% പേർ 24% വരുന്ന നമ്മുടെ പൊതുവിഭവങ്ങൾ കവർന്നെടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ഒരു കപട വ്യവസ്ഥിതി ഇവിടെ നിലവിലുണ്ട്. സേവനത്തിനും എല്ലാം നികുതി കൊടുത്തുകൊണ്ടാണ് അവർ കഴിയുന്നത്. അതുകൊണ്ട് 1,600 രൂപ പോലും കൊടുക്കാനില്ലാത്ത, ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്തവര് മാസം തോറും 1,00,000 രൂപയും പണിയെടുക്കുമ്പോൾ 1,00,000 രൂപയും അതിലധികവും കൊടുക്കുകയും റിട്ടയർ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപ വീണ്ടും ബാങ്കിലേക്ക് ചെല്ലുകയും അതിനുശേഷം പിന്നെ 1-ാം തീയതി ഈ ലക്ഷക്കണക്കിന് പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നികുതിപ്പണം, ഞങ്ങളുടെയും പാവപ്പെട്ടവന്റെ എല്ലാം നികുതിപ്പണമാണ്. അതുകൊണ്ട് ഈ നികുതിപ്പണം എടുത്ത് പെൻഷൻ തുല്യമായിട്ട് കൊടുക്കണം എന്നാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ പറയുന്നത്. ഒറ്റ വരിയായി രാജ്ഭവനിലേക്കുള്ള മാർച്ചിൽ അണിനിരക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റ വരിയായി ഫ്രണ്ടില് സംഘടനയുടെ മുതിർന്ന നേതാക്കൾ അണിനിരക്കുമ്പോൾ സംഘടനയുടെ കൺവീനറായ അഡ്വക്കേറ്റ് ജോസുകുട്ടി മാത്യു, സഭ കൺവീനർ ശ്രീമാൻ റഹീം കല്ലറ തുടങ്ങിയവർ നമ്മുടെ രക്ഷാധികാരി നമ്മോടൊപ്പമുണ്ട്. മാത്യു ചേട്ടൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മാത്യു ചേട്ടൻ എന്താണ് പറയാനുള്ളത്? വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ പ്രസ്ഥാനം 2019 തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. 7 ലക്ഷം ആൾക്കാർ ഇതിന്റെ പിന്നിൽ അണിനിരുന്ന ബൃഹത്തായ ഒരു പ്രസ്ഥാനമായി വളർന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ആശയം വലിയൊരു കൊടുങ്കാറ്റ് പോലെ വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തുല്യ വേതനം നൽകണം, പെൻഷനായി നൽകണം എന്നാണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ മുദ്രാവാക്യം. അത് സാർത്ഥകമാക്കാൻ ഇവിടുത്തെ ഇച്ഛാശക്തിയുള്ള ഏതൊരു ഗവൺമെന്റ് വിചാരിച്ചാലും നടത്താവുന്ന കാര്യമേ ഉള്ളൂ. ഈ വാഹന ജാഥയിൽ അണിനിരക്കുക നമ്മുടെ രാജ്ഭവൻ മാർച്ച് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ബഹുമാന്യനായ സാമ്പത്തിക വിദഗ്ധൻ അഡ്വക്കേറ്റ് ശ്രീ ഡോക്ടർ ജോസഫ് ആസ്റ്റിൻ അവറുകൾ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച രാജ്ഭവൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. കൺവീനർ കൊണ്ട് റഹീം കാക്കയാണ്. റഹീം കാക്ക എന്താണ് പറയുന്നത്? പെൻഷൻ ഔദാര്യമല്ലെന്നും അത് അവകാശമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 6 വർഷക്കാലമായി രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ഈ സംഘടന കഴിഞ്ഞ 6 വർഷക്കാലമായി നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തിക്കഴിഞ്ഞു. വൺ ഇന്ത്യ വൺ പെൻഷന്റെ ഈ ആശയ സമര പോരാട്ടത്തിൽ 2ാം വിപ്ലവകരമായ സമര പോരാട്ടത്തിൽ അണിചേരുവാൻ, ഈ രാജ്ഭവൻ മാർച്ചിലേക്ക് അണിചേരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ആർദ്രമായി ക്ഷണിക്കുകയാണ്. ഭാരതമൊട്ടുക്ക് ജനലക്ഷങ്ങൾ അണിനിരന്നിട്ടുള്ള വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഐതിഹാസികമായ രാജ്ഭവൻ മാർച്ചിന് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി നമ്മുടെ വൺ ഇന്ത്യ വൺ പെൻഷൻ OIOP എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഏതാണ്ട് ഇന്ത്യയിൽ 7 ലക്ഷത്തോളം പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ നയിക്കുന്ന ശ്രീ അനിൽ ചുവരയാണ് എന്നോടൊപ്പം ഉള്ളത്. ശ്രീ അനിൽ ചുവരയ്ക്ക് എന്നാണ് പറയുന്നത്? ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന കഴിഞ്ഞ 6 വർഷമായി നമ്മളിവിടെ പ്രവർത്തിച്ചു വരുന്നത് വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുക,
സർക്കാരുകളുടെ വികലമായ നയങ്ങൾക്കെതിരെയാണ്. നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നയം തുടർന്നു വരുന്നു. ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും അവനവൻ ജോലി ചെയ്യുന്ന കാലത്ത് തസ്തികയ്ക്ക് അനുസരിച്ചുള്ള ശമ്പളം അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ പെൻഷൻ ആവണ കാലത്തെങ്കിലും ഈ ശമ്പളത്തിലൊക്കെ ഒരു ഏകീകരണം ഉണ്ടായിക്കൂടെ? മണ്ണിലെ ഓരോ മണൽപ്പുരകളെയും ഉലകമണിയിച്ചുകൊണ്ടായി വാഹനപരപരപരമായി കടന്നു വരികയാണ്. ആയിരക്കണക്കിന് സമരപ്രവർത്തകർ നടക്കുന്ന അപരിചിതമായ ഗംഭീരമായ സമര മനോഹരമായി നടത്തുന്ന ഐതിഹാസികമായ നമ്മുടെ വനിതാ കോർഡിനേറ്ററായ ശ്രീ ഫാസ്ലാങ്കി മാഡം കൊല്ലത്ത് നിന്ന് വന്നിട്ടുണ്ട്. മാഡത്തിന് എന്താ പറയുക? വൺ ഇന്ത്യ വൺ പെൻഷൻ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞങ്ങള് കോർഡിനേഷന്റെ വിഭാഗമായിട്ട് നമ്മളെ ഒരു ധർണ രാജ്ഭവൻ മാർച്ച് ഗവൺമെന്റിലേക്ക് തീരുമാനിച്ചിരിക്കുന്നു. അത് എല്ലാ ജനങ്ങൾക്കും സമസ്ത ഇടങ്ങളിലും ഗവൺമെന്റ് ജോലി അല്ലാത്ത എല്ലാവർക്കും തുല്യമായൊരു പെൻഷൻ ഇന്ന് കിട്ടുന്ന 1600 കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു മരുന്ന് വാങ്ങിക്കാൻ പോലും തികയാത്ത ഈ അവസ്ഥയിൽ എല്ലാവർക്കും 10,000 രൂപ എങ്കിലും പെൻഷൻ കൊടുക്കണം. ഇന്ത്യ വൺ പെൻഷന്റെ OIOPയുടെ വിവിധ സംഘടനകളുണ്ടെങ്കിലും ഇപ്പോൾ OIOP കോർഡിനേഷനാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. അതിന്റെ സംഘടനയിലെ ഒരു ആളായ ശ്രീ സുഗുണൻ പ്രിയദർശിനി വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. ചേട്ടൻ എന്നാണ് പറയുന്നത്? 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 10,000 രൂപ അവരുടെ അവകാശമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് തരേണ്ടത് നമ്മളുടെ സർക്കാരുകളാണ്. ാണ് തൊടുപുഴയിൽ നിന്ന് വന്നതാണ്. ചേട്ടൻ എന്താണ് പറയുന്നത്? രാജ്യത്ത് ഒരു പുതിയ മാറ്റം ഉണ്ടാകണമെന്ന് ആൽമാർസുമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 6-7 വർഷമായി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന സംഘടന 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു 10,000 രൂപ എങ്കിലും മിനിമം പെൻഷൻ കൊടുത്തു തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന ശ്രീ സദാനന്ദേട്ടനാണ്. സദാനന്ദേട്ടൻ, ചേട്ടൻ എന്താണ്? ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെ പരിപുഷ്ടിപ്പെടുത്തുവാനുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏകദേശം 17% വരുന്ന വൃദ്ധജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ യാതൊരുവിധ പരിഗണനയും ലഭിക്കാത്ത ഒരു വിഭാഗമാണ് വൃദ്ധജനങ്ങൾ.
ശാസ്ത്രമംഗലത്തിൽ നിന്ന് വന്ന അബ്ദുൽ സലാമാണ്. സാറിന് എന്താണ് പറയുന്നത്? 2 വാക്കിൽ പറഞ്ഞു. OIOP ഇതൊരു മഹത്തായ പ്രസ്ഥാനമാക്കി വളർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. അപ്പൊ നമ്മോടൊപ്പം ഇനിയുള്ള ചന്ദ്രബാബുവാണ്. ചേട്ടൻ എന്താണ് പറയാം? നമ്മളെ മഹത്തായ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന 39 BMCയും 47 നടപ്പിലാക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ആശയം ഉൾക്കൊള്ളുന്ന വൺ ഇന്ത്യ വൺ പെൻഷന്റെ സാർവത്രിക പെൻഷൻ എന്നുള്ള ഈ മഹത്തായ പദ്ധതി ഗവൺമെന്റുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിൽക്കുന്നത് സജ്ജാദ് റഹ്മാനാണ്. ഞാനും സജ്ജാദ് സഹീറാണ്. എൻ്റെ അതേ പേരുള്ള സജ്ജാദ് റഹ്മാനാണ് എൻ്റെ കൂടെ ഉള്ളത്. മലപ്പുറം സ്വദേശിയാണ്. സജ്ജാദ് റഹ്മാൻ എന്താണ് പറയാം? തീർച്ചയായിട്ടും താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒരുപാട് കേട്ടിട്ടുണ്ട് താങ്കളുടെ പേര്. നിലവിലെ പുതിയ ചുമതലകൾ ഓരോരുത്തരുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ പ്രവർത്തകർ എല്ലാവരും പിരിഞ്ഞു പോവുക. അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള ഇനി പിന്നെ കേന്ദ്രത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ പല പല ഘട്ടങ്ങളിലായിട്ട് നമുക്കറിയാം വൺ ഇന്ത്യ വൺ പെൻഷൻ 6 വർഷത്തോളം കാലമായി എത്രയാണോ സഞ്ചരിച്ചിട്ടുള്ളത് അത് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഭരണവർഗങ്ങൾക്കൊക്കെ അറിയാം. സ്വദേശി നേമം സ്വദേശിയായ ശ്രീ അനസാണ് നമ്മളോടൊപ്പുള്ളത്. അനസിനെന്താ? ഈ പ്രസ്ഥാനം 2019 ആരംഭിച്ചു. 6 വർഷക്കാലം കൊണ്ട് വളർന്നു പന്തലിച്ചും വൻമരമായി നിൽക്കുകയാണെന്ന് കേരള സർക്കാർ മാറി വരുന്ന കേരള സർക്കാർ ഇതുവരെ നടപ്പിലാക്കാത്ത ഒരു ആശയമാണ് ഞങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വൺ ഇന്ത്യ വൺ പെൻഷൻ 60 വയസ്സ് പൂർത്തിയായ എല്ലാ വൃദ്ധജനങ്ങൾക്കും 10,000 രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 6 വർഷം കൊണ്ട് ഇവർ സാധിച്ചു തന്നിട്ടില്ല. ജീവനക്കാർക്ക് അന്യായമായി കൊടുക്കുന്ന ശമ്പളമാണ്, അല്ലാതെ പെൻഷൻ അല്ല. അടിത്തൂൺ, അതായത് എല്ലാ അവകാശങ്ങളും കൈപ്പറ്റി പിരിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അവർക്ക് ശമ്പളമായി അന്യായമായ ഒരു തുക നൽകുന്നത്. പെൻഷൻ ജീവിക്കാനുള്ളതാണെങ്കിൽ അത് എനിക്കും നിനക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും വഴിയരിയിലെ കച്ചവടക്കാരാണെങ്കിലും വ്യാപാരി വ്യവസായികളാണെങ്കിലും കർഷകരാണെങ്കിലും പട്ടാളക്കാരാണെങ്കിലും ജീവിക്കുന്നതിന് ഒരു തുക മതി. ലീല തോമസ് അമ്മച്ചിയാണ് വന്നിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് 10,000 രൂപ പെൻഷൻ തന്നേ പറ്റുള്ളൂ. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ നോക്കാൻ മക്കൾ കാണുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 10,000 രൂപ പെൻഷൻ തന്നേ പറ്റുള്ളൂ. കോട്ടയത്ത് നിന്ന് വന്ന വളരെ പ്രായം ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ള ഈ പെൻഷൻ ഇല്ലാതെ കൊണ്ട് മനുഷ്യർ ഒത്തിരി കിടന്ന് വിഷമിക്കുന്നു. 10,000 രൂപ പെൻഷൻ കിട്ടണം. അതിന് ഒത്തിരി കിടന്ന് ഒരുപാട് പേര് മരുന്ന് കഴിക്കാൻ ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ 9 പേര് ഇങ്ങനെ സഹായം ചോദിച്ച് വരുന്നുണ്ട്.
അപ്പൊ അവരെല്ലാം ഇപ്പൊ കോട്ടയത്ത് നിന്ന് വന്നവരാണ്. അപ്പൊ അവരും വന്നിരിക്കുന്നത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ ഉണ്ട്. ഇവരെ സംബന്ധിച്ചുള്ള പെൻഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. 10,000 രൂപ പെൻഷൻ കിട്ടണം എന്നുള്ളതാണ്. തന്നെ തീരൂ 10,000 രൂപ പെൻഷൻ തന്നെ തീരൂ. പണമെല്ലാം സർക്കാർ തുല്യ പെൻഷൻ സിന്ദാബാദ്, തുല്യ പെൻഷൻ സിന്ദാബാദ്. മാസം പെൻഷൻ കിട്ടാതെ മരുന്നുകൾ വാങ്ങാൻ കഴിയാതെ ദുരിതം പേറും ജനതയ്ക്കായി ഒപ്പി വരുന്നുണ്ട്. വൺ ഇന്ത്യ വൺ പെൻഷൻ. 60 കഴിയുന്നവർക്കെല്ലാം തുല്യ പെൻഷൻ സിന്ദാബാദ്. വളരെ അകലെ നിന്നും കഴിഞ്ഞ 2-3 മാസങ്ങളായി തയ്യാറെടുത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ജാഥ അവസാനം വരെ ഏതാണ്ട് 1 മണിക്ക് നമുക്ക് നിർത്താം. രാജ്ഭവൻ മാർച്ചാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരവധി ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റ് ധർണ നടത്തി, ഒരു മഹാസമ്മേളനം നടത്തി. ഇപ്പോൾ ഗവർണർക്ക് ഒരു നിവേദനം സമർപ്പിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ്. രാജ്ഭവൻ മാർച്ച് ധർണയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാരണം ഈ ഒരു സംരംഭം 6 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് സിംഹം മാമയെ സമീപിച്ചു തിന്നുവാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, രാജാവേ എനിക്കൊരു 5 നിമിഷം തരണം. 5 നിമിഷം മാമയ്ക്ക് കൊടുത്തു. ആ സമയം കൊണ്ട് ആ മാവൻ നിന്ന പ്രതലം വളരെ ശക്തിയായി മാന്തി വികൃതമാക്കി. അതിനുശേഷമായി രാജാവ് സിംഹത്തിനോട് പറഞ്ഞു, നീ ഭക്ഷിച്ചു കൊള്ളുക. അപ്പൊ സിംഹം ചോദിച്ചു, നീ എന്താണ് ഇത് ചെയ്തത്? അപ്പൊ ആമ പറഞ്ഞ കാര്യമാണ് ഇവിടുത്തെ വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറ്റി നിർത്തപ്പെട്ട ഈ സമൂഹത്തിൻ്റെ വാർദ്ധക്യകാല ജീവിതം മനോഹരമാക്കണം എന്നുള്ള ആഗ്രഹപ്രകാരം വൺ ഇന്ത്യ വൺ പെൻഷൻ മുന്നോട്ട് വെച്ച ആശയം നേടിയെടുക്കുന്നതിന് ആവശ്യമായ ഒരു സമരത്തിന് രൂപം കൊടുക്കുകയും ആ സമരം വിജയിപ്പിക്കേണ്ട ആവശ്യത്തിലേക്ക് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമ്മളെ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. വൺ ഇന്ത്യ വൺ പെൻഷനെ കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ എന്തുകൊണ്ടാണ് ഈ 10,000 രൂപ പെൻഷൻ ചോദിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, ദിനം പ്രതി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വൃദ്ധസദനങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അറുതി വരുത്തുക. 10,000 രൂപ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ വൃദ്ധസദനങ്ങളെ നമുക്ക് തുടച്ചു മാറ്റുവാൻ പറ്റും. അതുപോലെ ഭിക്ഷയാചിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. നമ്മൾ തെരുവോരത്ത് ഭിക്ഷയാചിക്കുന്നവരുടെ എണ്ണവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കൂടുതലായിട്ടൊന്നും എനിക്ക് ഇതിനകത്ത് പറയാനില്ല. വ്യക്തമാക്കി വൺ ഇന്ത്യ വൺ പെൻഷനെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നന്ദി, നമസ്കാരം. ബഹുമാനമായ വൺ ഇന്ത്യ വൺ പെൻഷൻ പോരാളികളെയും ഓരോ വ്യക്തിയും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ, ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കുക ഏറ്റവും വലിയ പൗരബോധമായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് സുഖകരമായ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം ഈ ഇന്ത്യ മഹാരാജ്യത്ത് സാധ്യമാവുക. ഇവിടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കും, എല്ലാ വൺ ഇന്ത്യ വൺ പെൻഷനർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ, ചൈനയെക്കാളും. അത് മാത്രമല്ല, കർമ്മശേഷി കൊണ്ട് ലോകത്തെ അതിശയിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് 60 വയസ്സ് പിന്നിട്ട ഒരു വലിയ സമൂഹം. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ വിയർപ്പുമാണ് ഈ മണ്ണിനെ ഇത്രയും സമ്പന്നമാക്കിയിരിക്കുന്നത്. ഇന്ന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നമ്മൾ 4-ാമത് 5-ാമതാണ് നിൽക്കുന്നത്. ഇത്രയൊന്നും നികുതി കൊടുക്കാത്ത രാജ്യങ്ങളിൽ പാവപ്പെട്ടവരുടെയും അല്ലെങ്കിൽ ദരിദ്രരുടെയും എല്ലാം ചെലവ് ആ സ്റ്റേറ്റാണ് വഹിക്കുന്നത്.
സമ്പൂർണമായ ചെലവ്, ചികിത്സ, ആരോഗ്യം, മറ്റ് ഭക്ഷണ കാര്യങ്ങൾ ഇതെല്ലാം നടത്താനുള്ള സംവിധാനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നികുതി ഭാരം കുറഞ്ഞ രാജ്യങ്ങളിലുമുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കടന്നൽക്കോട് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള റാണി ഈച്ചകൾ വന്ന് കൂടിയിരിക്കുക. കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഏതാണ്ട് കേവലം 3% വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ലോബി നമ്മുടെ നികുതി വരുമാനത്തിന്റെ സിംഹഭാവങ്ങളും കൊള്ളയടിക്കുകയാണ്. ഈ അനീതിക്കെതിരെയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഇത്തരത്തിലൊരു സമരത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഞങ്ങളൊന്നും നിങ്ങൾക്കെതിരല്ല. നിങ്ങൾ ജോലി ലഭിക്കുമ്പോൾ എത്രമാത്രം ശമ്പളം നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കോളൂ. ഞങ്ങൾക്ക് ആരും എതിരല്ല. പക്ഷേ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പണിയെടുക്കുവാനാവതുള്ള കാലം മുതൽ പണിയെടുക്കുവാനാവതില്ലാത്ത കാലം വരെ, അതായത് ജനിച്ചു വീഴുമ്പോൾ ഒരു പോളിയോയുടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് വാങ്ങുന്ന സിറിഞ്ചിന് ഉൾപ്പെടെ നികുതി കൊടുത്തുകൊണ്ട് അവസാനം ഈ ലോകത്തു നിന്ന് മൺമറഞ്ഞു പോകുമ്പോഴും നമ്മുടെ മൂക്കിൽ വെക്കാനായിട്ട് ആശുപത്രിക്കാർ മേടിക്കുന്ന ഒരു ചെറിയ കഷ്ണം പഞ്ഞിയുണ്ട്. ആ പഞ്ഞിക്കടക്കം നികുതി കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സർവമായ സമസ്ത മേഖലയുടെയും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, സർവോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുക്കുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 6 വർഷക്കാലമായി ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മലയാളികൾ ഏതെല്ലാം രാജ്യത്തുണ്ടോ അവിടെയൊക്കെ ഈ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരിൽ നിരവധി സമര പോരാട്ടങ്ങൾ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായോ സാമ്പത്തികപരമായോ ഉന്നമനത്തിലിരിക്കുന്നവരെ കാണുമ്പോൾ തൊഴുകയോടെ ആ തൊഴുതുന്ന ആ പ്രിയപ്പെട്ടവർ നമ്മുടെ പാടത്തും പണിശാലകളിലും പണി ചെയ്ത് വേർത്ത് അവരുടെ ശരീരം കറക്കുമ്പോൾ വെളുത്ത ചോറ് മേശപ്പുറത്ത് വിളമ്പോളാൻ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 3-4 മാസം ഈ വാർഷികകാല പെൻഷൻ മുടക്കി അവര് ഈ മറിയക്കുട്ടിയെ പോലുള്ള വളരെ സ്നേഹത്തോടെ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷിതത്വവും ഒരുക്കി, ഒരു വണ്ടി പോലും ഈ സൈഡിൽ കൂടെ വരാതെ വഴിയിൽ ഇത്രയും സമയം നിന്ന് നമ്മളെ സംരക്ഷിച്ചു. എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ ഈ രാജ്ഭവന്റെ മുന്നിൽ ഇവിടെ എത്തി നിൽക്കുന്നത് ഇതൊരു ചരിത്ര സംഭവമായിട്ട് ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ ഒരു ചരിത്ര നിമിഷമാക്കി മാറ്റിയെടുത്തത് നിങ്ങളുടെയൊക്കെ ഭാഗഭാഗിത്വം തീർച്ചയായിട്ടും രജത ലിപികളിൽ, കേരള ചരിത്രത്തിന്റെ രജത ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയം അത് ഏറെ അടുത്തെത്തിയിരിക്കുകയാണ്, നമ്മളുടെ ഏറെ സമീപത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.